അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കൊല്ലത്ത് സ്വന്തം ഭാര്യയെ ഭർത്താവ് നടുറോട്ടിൽ വെച്ച് ചുട്ടുകൊന്ന ഭയാനകമായ സംഭവത്തിനാണ് ഇന്നലെ കേരളം സാക്ഷിയായത്. കൊല്ലം ചെമ്മമുക്കിലാണ് ആരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഈ കൊലപാതകം അരങ്ങേറിയത്. ഭർത്താവ് പത്മരാജൻ്റെ സംശയരോഗത്തിനിരയായി കുട്ടിയം സ്വദേശി അനിലയാണ് തീപ്പൊള്ളലേറ്റ് നടുറോട്ടിൽ മരണത്തിന് കീഴടങ്ങിയത്. ബേക്കറിയിൽ ജോലി ചെയ്യുന്ന യുവാവുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് പത്മരാജൻ അനില സഞ്ചരിച്ച കാറിന് പുറകിൽ പെട്രോളുമായെത്തി കാർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. എന്നാൽ താൻ സംശയിച്ച ആളല്ല കാറിലുണ്ടായിരുന്നതെന്ന് പത്മരാജൻ തന്നെ പിന്നീട് പോലീസിനോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ജീവിതാവസാനം വരെ ഒരുമയോടെ ജീവിക്കാമെന്ന് സ്വപ്നം കണ്ട് മനോഹരമായി ജീവിതം ആരംഭിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഒരാൾ കുറ്റബോധത്തോടെ ജയിലിലേക്കും മറ്റൊരാൾ വേദനയിലൂടെ മരണത്തിലേക്കും പോകുന്ന ദയനീയമായ കാഴ്ച. നമ്മളൊക്കെ വിവാഹം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ മധുരമേറിയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആനന്ദിച്ചവരും ഒരുപാട് ആസ്വദിച്ചവരും നമുക്കിടയിലുണ്ട്. എന്നാൽ വൈവാഹിക ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യന്മാരായ നിരാശരായ ആളുകളും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ഭാര്യമാരെയും അങ്ങനെയുള്ള ഭർത്താക്കന്മാരെയും നമുക്കിടയിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ അയൽപക്കത്ത് തന്നെ, നമ്മുടെ നാടുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പത്മരാജൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരച്ഛൻ മകളെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെയാണ്. ഇതുവരെ താൻ പോറ്റി വളർത്തിയതുപോലെ തൻ്റെ മകൾ ഇനിയും സന്തോഷത്തോടുകൂടെ ജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ അച്ഛനും തൻ്റെ മകളെ, അതുവരെ പോറ്റി വളർത്തിയ മകളെ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അതൊരു മരണത്തിലേക്ക്, അതൊരു കൊലപാതകത്തിലേക്ക്, അതൊരു ദയനീയമായ സങ്കടകരമായ വേദനാജനകമായ അന്ത്യതയിലേക്ക് എത്തുമെന്ന് ഒരു പിതാവും കരുതിയിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ സ്നേഹം എന്താണെന്നും എന്താണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയെന്നും എന്താണ് ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണയെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി, അവരിൽ പ്രാപിക്കുന്നതിന് വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയാൻ. നമ്മളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഇണയെ നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ, നമ്മളെ സ്നേഹിക്കുന്നത് പോലെ, നമുക്ക് കരുതലൊരുക്കുന്നത് പോലെ കരുതലൊരുക്കേണ്ടത് ഭർത്താവെന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, നിർവഹിക്കേണ്ട കടമയുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ സ്വന്തം ഭാര്യയോട് മാന്യമായി സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവരാണ്. നിങ്ങൾ നാട്ടിൽ നല്ലവനായിരിക്കാം, നിങ്ങൾ ചുറ്റുപാടുകൾക്കിടയിൽ, നിങ്ങളുടെ രാഷ്ട്രീയ കൂട്ടുകൾക്കിടയിൽ, നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്കിടയിൽ നിങ്ങൾ നല്ലവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഏറ്റവും ഉത്തമനായി മാറുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ഉത്തമനായി തീരുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ പേരുണ്ടായിട്ട് വീട്ടിൽ പേരില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പ്രവാചക വചനത്തിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പലരും നാട്ടിൽ വലിയ ആളുകളായിരിക്കാം, നേതാക്കന്മാരായിരിക്കാം, നാട്ടുകാർക്ക് വേണ്ടി അത് ചെയ്തു, നാട്ടുകാർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ വീട്ടിൽ ഭാര്യയുടെ അടുക്കൽ ഭാര്യയുമായുള്ള പെരുമാറ്റത്തിൽ വട്ടപൂജ്യമാണെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത്. ഖുർആൻ തന്നെ പറയുന്നത്, ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളും അവർ നിങ്ങൾക്കുള്ള വസ്ത്രവുമാണ്. ഒരു വസ്ത്രം ഒരാളുടെ ശരീരത്തിൽ എത്രമേൽ ചേർന്ന് കിടക്കുന്നുവോ, എത്രമേൽ ചൂടേകുന്നുവോ, എത്രമേൽ കുളിരാകുന്നുവോ, അത്രമേൽ നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് കുളിരാവുകയും സമാധാനമാവുകയും സന്തോഷത്തിൻ്റെ കാരണമാവുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കിനി അങ്ങനെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ, ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രതിസന്ധി സാഹചര്യങ്ങളിൽ പരസ്പരം ഒത്തുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ
അവിടെ കണ്ടെത്തേണ്ടത് സ്വന്തം ഇണയെ തീയിട്ട് കൊല്ലുന്ന, സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന, കഴുത്തറുത്ത് കൊല്ലുന്ന, വിഷം കൊടുത്തു കൊല്ലുന്ന, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്ന, ചളിയിൽ മുക്കിക്കൊല്ലുന്ന, പുഴയിൽ തള്ളിയിട്ട് കൊല്ലുന്ന ദാരുണമായ വാർത്തകളിലേക്ക് ഭർത്താക്കന്മാരെ നയിക്കുകയല്ല വേണ്ടത്. അവിടെ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു പരിഹാരമുണ്ട്. ഒന്നിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ വേർപെട്ടുകൊണ്ട് മനോഹരമായി നിങ്ങൾ മാറി ജീവിക്കുക. ഫംസികൂഹുന്ന ബിമഅറൂഫ്, നിങ്ങൾ അവരെ നല്ല രീതിയിൽ പിടിച്ചു വെക്കുക. സരിഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ നല്ല നിലയിൽ അവരെ പറഞ്ഞു വിടുക. വലാ തുംസികൂഹുന്ന ളിറാറ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പിടിച്ചു വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് അവരെ പറ്റുന്നില്ല എങ്കിൽ, അവരുടെ സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ ബന്ധങ്ങളും അവരുടെ ചിട്ടവട്ടങ്ങളും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഔസരിഹൂഹുന്ന ബിമഅറൂഫ്, നല്ല രീതിയിൽ അവരെ പറഞ്ഞു വിടുക എന്ന് ഖുർആൻ ഉപദേശിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഡൈവോഴ്സ് ഉണ്ട്. ഭാര്യയെ പിടിക്കുന്നില്ലെങ്കിൽ, ഭാര്യയെ പറ്റുന്നില്ലെങ്കിൽ, ഭാര്യയുമായി ചേർന്ന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ വഴി ആലോചിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഭീകരമായ ഭീതിതമായ വേദനാജനകമായ ഒരു പര്യവസാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അവരുമായി പിരിയുക. നിങ്ങൾക്ക് പുതിയ ജീവിതം തുടങ്ങാവുന്നതാണ്. ഭാര്യയെ കൊന്നതുകൊണ്ട് പത്മരാജൻ ജയിലിലേക്ക് പോകുമ്പോൾ ഭാവിയില്ല. കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുള്ള വേദനകളും തനിക്കിനി ഒരിക്കലും തിരിച്ചു ലഭിക്കാൻ പോകാത്ത നല്ല ജീവിതത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ അയാളെ കാലാകാലം വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പരസ്പര വിശ്വാസത്തോടുകൂടെ, പരസ്പര ബോധ്യത്തോടുകൂടെ, നല്ല ഒത്തൊരുമയോടുകൂടെ, ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ, സംശയങ്ങൾക്കിട നൽകാതെ, സംശയങ്ങളെ നമുക്കിടയിൽ സ്ഥാപിക്കാതെ, സംശയങ്ങൾ തീർത്തുകൊണ്ട് ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ നല്ല ദാമ്പത്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. കാരണം നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഭാവിയിൽ നമ്മുടെ മക്കളും. അവർക്ക് നല്ല മാതൃകയായി മാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.